അടിയന്തരാവസ്ഥയിൽ സഞ്ജയ് ഗാന്ധിയെ പേരെടുത്ത് പറഞ്ഞ് ചോദ്യം ചെയ്ത കോൺഗ്രസ് നേതാവ്. ഈ വിശേഷണം AK ആന്റണിയെ കുറിച്ചുള്ളതാണ്. അതിന്റെ വസ്തുത തേടുകയാണ് ഇന്നത്തെ വേരുകൾ. അന്ന് AK ആന്റണിക്ക് പുറമെ മറ്റൊരാൾ കൂടി നേതൃത്വത്തെ വിമർശിച്ചു. ഇപ്പോൾ കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ ജീവിത പങ്കാളിയായിരുന്ന അന്തരിച്ച പ്രിയരഞ്ജൻ ദാസ് മുൻഷിയായിരുന്നു ആ നേതാവ്. 1977-ൽ AK ആന്റണി മുഖ്യമന്ത്രിയാകുന്നതിനെ ഇന്ദിരാഗാന്ധി എതിർത്തിരുന്നുവെന്നാണ് അന്നത്തെ റിപ്പോർട്ടുകൾ. രാജൻ കേസിലെ ഹൈക്കോടതി പരാമർശത്തെ തുടർന്ന് K കരുണാകരൻ രാജിവെച്ചപ്പോഴാണ് ആന്റണിക്ക് വഴി തുറന്നത്. 1976 നവംബറിൽ ഗുവാഹത്തിയിലായിരുന്നു AICC സമ്മേളനം. ആ സമ്മേളനത്തിന് മുന്നോടിയായി പതിവില്ലാതെ 2 ദിവസത്തെ യൂത്ത് കോൺഗ്രസ് കോൺക്ലേവ് നടത്തി. സഞ്ജയ് ഗാന്ധിയെ ഇന്ദിരാഗാന്ധിയുടെ പിൻഗാമിയായി വാഴിച്ച ആ സമ്മേളനത്തിൽ AK ആന്റണി എതിർപ്പറിയിച്ചു എന്നായിരുന്നു പ്രചാരണം. 1976 സമ്മേളനത്തിൽ AK ആന്റണി പറഞ്ഞ വാചകം പുറത്തു വന്നത് 2013-ലാണ്. ജൂലിയൻ അസഞ്ചയുടെ വിക്കിലീക്സ് പുറത്തുവിട്ട അമേരിക്കൻ നയതന്ത്ര രേഖകളിലാണ് ഗുവാഹത്തി സമ്മേളനത്തിലെ ആന്റണിയുടെ പ്രസംഗവും ഉൾപ്പെട്ടത്. ഇന്ദിര കഴിഞ്ഞാൽ പാർട്ടിയിൽ രണ്ടാമനാകാൻ സഞ്ജയ് ഗാന്ധി എന്താണ് ചെയ്തിട്ടുള്ളത്? എന്ത് ത്യാഗമാണ് സഞ്ജയ് ഇന്ത്യക്കും പാർട്ടിക്കും ചെയ്തത്? 32-ാം വയസ്സിൽ KPCC അധ്യക്ഷനായ ആൾ എന്ന നിലയിലാണ് യൂത്ത് കോൺഗ്രസ് സമ്മേളനത്തിൽ ആന്റണിക്ക് പ്രസംഗിക്കാൻ അവസരം ലഭിച്ചത്. AK ആന്റണിയേക്കാൾ 6 വയസ്സിന് ചെറുപ്പമായിരുന്നു സഞ്ജയ് ഗാന്ധി. ആന്റണി എതിർത്തെന്നും ഇല്ലെന്നുമുള്ള വിരുദ്ധ റിപ്പോർട്ടുകൾ അന്ന് പുറത്തു വന്നിരുന്നു. എൻ്റെ മാന്യ സുഹൃത്ത് AK ആന്റണിയുടെ സ്വഭാവം എപ്പോഴും പ്രതിപക്ഷത്തിൽ നിന്ന് കയ്യടി കിട്ടാനും അവരുടെ അനുമോദനം കിട്ടാനും വേണ്ടിയിട്ടുള്ള ഒരു നിലപാടെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആന്റണിയുടെ ആ സ്വഭാവത്തെ മുതലെടുത്ത് ആന്റണിയെ തന്നെ കൊടുക്കുക എന്നതായിരുന്നു ലക്ഷ്യം. അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് റെയ്ഡ് ഉണ്ടാവും എന്ന് മനസ്സിലാക്കിയിട്ട് ഫയലിൽ ഒരില്ലാത്ത കത്ത് എഴുതി വെച്ചു, പോലീസുകാരെടുക്കാൻ വേണ്ടി തന്നെ. മോഹൻദാരിയെ തന്നെ എന്നോട് പറയുകയാണ് ആന്റണി എതിരായിരുന്നു. ഏത് ഈ കാര്യം പറഞ്ഞോണ്ടേ ഇത് ഞാൻ ചെയ്ത കള്ളത്തരാണെന്ന് അയാൾക്കറിയില്ലല്ലോ. മോഹൻദാരി എന്ന് പറഞ്ഞ അടിയന്തരാവസ്ഥ കഴിഞ്ഞ് മന്ത്രിയായി മൊറാർജി ക്യാബിനറ്റിൽ. അദ്ദേഹം തന്നെ ആന്റണി എതിരായെന്ന് പറയും. ഈ ആന്റണി ആ കാലത്ത് അത് മുതലെടുത്തു. കാരണം അപ്പം മാർക്കറ്റ് അതിനായിരുന്നല്ലോ. കാരണം അധികാരത്തിൽ ഇന്ന് ഇന്ദിരാഗാന്ധി പോയി, ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് ആന്റണി വിചാരിച്ചു. അങ്ങനെ ചിക്മംഗലൂർ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയെ സ്ഥാനാർത്ഥിക്ക് ആന്റണി രാജിവെച്ചു. ഒരു പ്രതിപക്ഷത്തിൻ്റെ അടിയന്തരാവസ്ഥ വിരുദ്ധനായ ആൾ കൂടിയാണ് എന്ന ആന്റണിയെ തെറ്റിദ്ധരിച്ചു. പശ്ചിമ ബംഗാളിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ് പ്രിയരഞ്ജൻ ദാസ് മുൻഷിയും AK ആന്റണിക്കൊപ്പം സഞ്ജയ് ഗാന്ധിയെ എതിർത്തു എന്നാണ് വിക്കിലീക്സ് രേഖകൾ. ഇപ്പോൾ കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ ജീവിത പങ്കാളിയായിരുന്നു പ്രിയരഞ്ജൻ ദാസ് മുൻഷി. ഇലക്ഷൻ ഡെസ്ക് 24.